നവകേരളത്തിലേക്കുള്ള പുതിയൊരു ചവിട്ടുപടിയായിട്ടാണ് ഈ ബഡ്ജറ്റിനെ ലോകം വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി പ്രതിപക്ഷ ഗവൺമെൻറ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ബദൽ മുന്നോട്ടേക്ക് വെക്കുന്ന ഗവൺമെൻറ് എന്ന നിലയിൽ കേരള ഗവൺമെൻറ്റിനെ വലിയ രീതിയിൽ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പ്രതികൂല സാമ്പത്തിക അവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നേറും എന്നതിൻ്റെ നിശ്ചയദാർഢ്യം, അതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ ബഡ്ജറ്റ്. അതിദാരിദ്ര്യം അവസാനിപ്പിച്ച കേരളം ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഈ ബഡ്ജറ്റിലും അതിൻ്റെ സമീപനം അതുതന്നെയാണ് പ്രധാനമായിട്ടും. ഇന്ത്യ ഗവൺമെൻറ് ആഗോളവൽക്കരണ നിലപാടുകൾ അംഗീകരിച്ച് കേരളത്തിലെ ഏതാണ്ട് 30% വരുന്ന ജനങ്ങളുടെ ജീവിതം താരതമ്യേന പുറകോട്ട് പോകുന്ന സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് LDF സർക്കാർ നേരെ വിപരീത ദശയിൽ എങ്ങനെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഈ 30% ജനതയെ മുന്നോട്ടേക്ക് നയിക്കാം എന്ന ആസൂത്രിതമായ ഇടപെടലിലൂടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പോട്ടേക്ക് നീങ്ങിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഈ ജനവിഭാഗങ്ങളെയാകെ കൈപിടിച്ചുയർത്തി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ്, എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ശ്രമം. ഇടതുപക്ഷം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. എന്താണ് ഇടതുപക്ഷം എന്നുള്ള ചോദ്യമുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭരണവർഗം, അത് പഴയ കോൺഗ്രസും ഇപ്പോഴും കോൺഗ്രസ് ഭരണവർഗം തന്നെയാണ്, അതേപോലെ തന്നെ BJPയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായി അദാനിമാരെയും അംബാനിമാരെയും രൂപപ്പെടുത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ വർഗം. അവരുടെ താല്പര്യമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. കുത്തക മുതലാളിമാരുടെ താല്പര്യം, ശതകോടീശ്വരന്മാരുടെ താല്പര്യം. എന്നാൽ എന്താണ് ഇടതുപക്ഷം എന്ന ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഞാൻ പറയാം. ഇടതുപക്ഷം ഈ ദിശയിൽ നിന്ന് മാറി സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിന് അത്യാവശ്യമായി വരുന്ന പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള സേവന മേഖലയിലുള്ള ഇടപെടൽ ഉൾപ്പെടെ എല്ലാം വർഗവീക്ഷണത്തോടെ, എന്ന് പറഞ്ഞാൽ ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പദപ്രയോഗത്തിലൂടെയല്ല ഇടതുപക്ഷം എന്ന് പറയുന്ന അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാനാവുക. ഈ വർഗക്കൂറോടുകൂടിയാണ്, ഈ വർഗപരമായ നിലപാടോടുകൂടിയാണ്. കോൺഗ്രസ് ആയാലും BJP ആയാലും അവരുടെ വർഗ നിലപാട് എല്ലാ കാലത്തും സുവ്യക്തമാണ്. ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്യുന്ന, ഫിനാൻസ് മൂലധനവുമായി അടിക്കടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഇന്ത്യയിൽ തന്നെ കുത്തക മുതലാളിമാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള
ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ. അതിൻ്റെ തന്നെ തുടർച്ചയിലാണ് ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്നവരാണ് BJP-ക്കാർ. ഇത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇടത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വായ്ത്താരിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുകയാണ്.